സ്ത്രീയും പുരുഷനും വളരെ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തത ബയോളജിക്കലി പ്രകടവുമാണ്. ഗുഹാമനുഷ്യരുടെ കാലത്ത് സാധാരണഗതിയിൽ പുരുഷന്മാർ വേട്ടയാടി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ കുടുംബം നോക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിലും ഈ വ്യത്യസ്തത തുടർന്നു. പുരുഷന്മാർ പൊതുവെ പുറത്തുപോയി ജോലി ചെയ്യുകയും സ്ത്രീകൾ വീടിനുള്ളിലുള്ള കാര്യങ്ങൾ നോക്കി ജീവിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു പതിവ് വിരളമായിരുന്നു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. ലോകം ഒന്നിനൊന്ന് വികസിച്ചു വന്നു. വ്യവസായവൽക്കരണവും ആഗോളവൽക്കരണവുമൊക്കെ ലോകത്തെ മാറ്റിമറിച്ചു. മുൻപോട്ടുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായുമൊക്കെ ലോകം ഒത്തിരിയേറെ വികസിച്ചു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. പതുക്കെ പതുക്കെ സ്ത്രീകളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു തുടങ്ങി. അതോടൊപ്പം സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും പല പ്രസ്ഥാനങ്ങളും പൊട്ടിപ്പുറപ്പെടുകയുമുണ്ടായി. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഫെമിനിസത്തെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് ഫെമിനിസം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിംഗഭേദമന്യേ സ്ത്രീയെയും പുരുഷനെയും തുല്യരായി കാണുക എന്നതാണ്. അതായത് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും വ്യക്തിപരമായുമൊക്കെ സ്ത്രീയെയും പുരുഷനെയും തുല്യരായി കാണുക. ഈ തുല്യതയ്ക്കായി നിലകൊണ്ട എല്ലാ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഫെമിനിസത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഫെമിനിസം ദുർവ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പുരുഷന്മാരെക്കാൾ അവകാശങ്ങൾ സ്ത്രീകൾക്ക് നൽകുക, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ചവരാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ മോശമാണ് തുടങ്ങിയ രീതിയിലാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ നിലവിലുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഫെമിനിസം ലക്ഷ്യം വയ്ക്കുന്നത് വിവിധ ജെൻഡറുകൾ തമ്മിലുള്ള തുല്യതയാണ്. ഇനി നമുക്ക് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. പുരാതന ഗ്രീസിലെ തത്വചിന്തകന്മാരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ സമൂഹത്തിൽ സ്ത്രീകളുടെ റോളിനെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ പുരാതന റോമിലെ രാജാക്കന്മാരായ അഗസ്റ്റസ്, ക്ലോഡിയസ് എന്നിവരുടെ ഭാര്യമാരായ ലീവിയയും അഗ്രിപ്പിനെയുമൊക്കെ രാജാക്കന്മാരോടൊപ്പം ഭരണനിർവഹണത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലും മറ്റുമൊക്കെ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഫെമിനിസത്തിൻ്റെ സ്ഥാപക എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എഴുത്തുകാരിയും തത്വചിന്തകയുമായിരുന്ന മേരി വോൾസ്റ്റോൺക്രാഫ്റ്റാണ്. 1792 എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൻ എന്ന തൻ്റെ പുസ്തകത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും തുല്യത ആവശ്യമാണെന്നും ഇവർ വാദിക്കുന്നുണ്ട്. പിന്നീട് പതുക്കെ പതുക്കെ ഫ്രാൻസിലേക്കും നെതർലാൻഡ്സിലേക്കും ബ്രിട്ടനിലേക്കുമൊക്കെ ഫെമിനിസം എന്ന ആശയം കടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ മിക്ക പാശ്ചാത്യ ഫെമിനിസ്റ്റ് ചരിത്രകാരന്മാരും സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളായി കണക്കാക്കണമെന്നും വാദിക്കുന്നുണ്ട്. ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ വ്യത്യസ്തങ്ങളായ വേവുകളായി അല്ലെങ്കിൽ തരംഗങ്ങളായി ഫെമിനിസം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നീണ്ടു നിന്നതാണ് ഒന്നാമത്തെ വേവ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ വോട്ടവകാശത്തിനും സ്വത്ത് സമ്പാദനത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ വേണ്ടിയാണ് വാദങ്ങൾ ഉയർന്നു വന്നത്. സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുടെ സംരക്ഷണ അവകാശം ആദ്യമായി നൽകുന്നത് ഈ കാലഘട്ടത്തിലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടനിലെ ഓസ്ട്രലേഷ്യൻ കോളനികളിൽ സ്ത്രീകളുടെ വോട്ടവകാശം ആരംഭിച്ചിരുന്നു. കൂടാതെ 1918 30 വയസ്സിന് മുകളിലുള്ള സ്വത്തവകാശമുള്ള സ്ത്രീകൾക്ക് വോട്ട് അനുവദിച്ചുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമം ബ്രിട്ടൻ പാസാക്കി. 1928 ഈ വോട്ടവകാശം
21 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളിലേക്കും വ്യാപിപ്പിക്കുന്നതും ഫെമിനിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ് രണ്ടാമത്തെ വേവ് ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യതയും സ്വാതന്ത്ര്യവും വേണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാം വേവിൽ ഉയർത്തിപ്പിടിച്ച വോട്ടവകാശം പല രാജ്യങ്ങളിലും നിലവിൽ വരുന്നതും ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ മേൽ നിയന്ത്രണം നൽകുന്ന കുടുംബ നിയമങ്ങളുടെ പരിഷ്കരണത്തിനായി ഫെമിനിസ്റ്റുകൾ പോരാടിയതും ഈ കാലഘട്ടത്തിലാണ്. കാരണം വിവാഹിതരായ സ്ത്രീകൾക്ക് പല രാജ്യങ്ങളിലും വളരെ കുറഞ്ഞ അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉദാഹരണത്തിന്, ഫ്രാൻസിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് 1965 വരെ അനുവാദമില്ലാതെ ജോലി ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. രണ്ടാം തരംഗ ഫെമിനിസത്തിൻ്റെ ഒരു പ്രത്യേകത അത് 1960കളുടെ തുടക്കത്തിൽ ആരംഭിച്ച് നിലവിലെ ഫെമിനിസത്തോട് ലയിച്ച് ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാം തരംഗ ഫെമിനിസ്റ്റുകൾ സ്ത്രീകളുടെ സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായുമുള്ള അസമത്വങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഫെമിനിസത്തിൻ്റെ മൂന്നാമത്തെ വേവ്. ഈ മൂന്നാം തരംഗം രണ്ടാം തരംഗത്തിൽ സ്ത്രീയെക്കുറിച്ചുണ്ടായിരുന്ന പല നിർവചനങ്ങളും മാറ്റിയെഴുതുന്നത് ചരിത്രത്തിൽ കാണാവുന്നതാണ്. കൂടാതെ മൂന്നാം തരംഗ ഫെമിനിസത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ഫെമിനിസ്റ്റുകൾ തമ്മിലുള്ള സംവാദവും ഉൾപ്പെടുന്നു. സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനും മൂന്നാം തരംഗ ഫെമിനിസം ശ്രദ്ധിച്ചിരുന്നു. ഫെമിനിസത്തിൻ്റെ നിലവിലുള്ള തരംഗമാണ് നാലാം തരംഗ ഫെമിനിസം. 2010-12 കാലഘട്ടത്തിലാണ് ഈ തരംഗം ആരംഭിക്കുന്നത്. പുതിയ കാലത്തെ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് സ്ത്രീകളുടെ തുല്യതയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്നതാണ് നാലാം തരംഗ ഫെമിനിസം. ഒരു രീതിയിൽ മൂന്നാം തരംഗ ഫെമിനിസത്തിൻ്റെ വിപുലീകരിക്കപ്പെട്ട രൂപമാണ് നാലാം തരംഗ ഫെമിനിസം. സ്ത്രീകൾക്കെതിരായ എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടമാണ് നാലാം തരംഗ ഫെമിനിസം ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തരംഗത്തിലൂടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്കുമെതിരായി ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ആർക്കും പോരാടാൻ സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഫെമിനിസത്തിൻ്റെ ഓരോ വേവും അതിനുശേഷമുള്ള വേവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതും പുതിയ വെല്ലുവിളികളെ മുൻനിർത്തി ആവിർഭവിച്ചു വന്നതുമാണ്. അവസാനമായി, യഥാർത്ഥ ഫെമിനിസം എന്നത് മുൻപ് പറഞ്ഞതുപോലെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. മറിച്ച് ഒരു ജെൻഡർ മറ്റൊരു ജെൻഡറിൻ്റെ മുകളിലാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ ഉള്ള ഒരു അവകാശവാദമല്ല.